സുഹൃത്തുക്കളെ, തലപ്പാടി മുതൽ ചെർക്കളം വരെയുള്ള ആദ്യത്തെ റീച്ചിൽ ഡിസംബർ അവസാനത്തോടു കൂടി അവർ മുഴുവനായിട്ടും ഓപ്പൺ ചെയ്ത് കൊടുക്കുമെന്നാണ് പുതിയൊരു റിപ്പോർട്ട് കിട്ടിയത്. അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് നമുക്ക് അറിയാം ഏകദേശം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെർക്കളം മുതൽ കാസർഗോഡ് ടൗൺ വരെയുള്ള ദേശീയപാത വർക്കിൻ്റെ പുതിയൊരു അപ്ഡേഷനാണ്. അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക. സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ പൊയിനാച്ചി മുതൽ ചെർക്കളം വരെയുള്ള പുതിയൊരു വീഡിയോ അപ്ഡേഷനായിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, ചെർക്കളം മുതൽ കാസർഗോഡ് ടൗൺ വരെയാണ് ഇന്നത്തെ വീഡിയോ അപ്ഡേഷന്. നല്ല ഹൈ സ്പീഡിലാണ് ഈ ഭാഗങ്ങളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ചെർക്കള ടൗണിൽ മെഗാ കൺസ്ട്രക്ഷൻ്റെ വർക്ക് നല്ല ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ നാട്ടുകാരുടെ ഒരു പ്രതിഷേധം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കാരണം റോഡ് ഏറ്റവും ഈ ടൗണ് ഭാഗത്ത് 1 മീറ്ററിലധികം താഴ്ത്തിയിട്ടാണ് കൊണ്ടുപോകുന്നതിന് എതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അവിടെ ഒരു പ്രതിഷേധമൊക്കെ നടത്തിക്കൊണ്ട് വന്നിരുന്നു. അതിപ്പോഴും നടക്കുകയാണ്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ മണ്ണിട്ട് ഉയർത്തുന്ന അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഫ്ലൈ ഓവറിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നു വരികയാണ്. കാണാൻ സാധിക്കും, റീറ്റേൺ വാളിൻ്റെ നിർമ്മാണം ഒക്കെ നടന്നു വരികയാണ്. അതേപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ റീച്ചായ ULCCയുടെ തലപ്പാടി മുതൽ ചെർക്കളം വരെയുള്ള റീച്ചിൻ്റെ വർക്കുകൾ അതിവേഗത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അവസാനഘട്ട വർക്കിങ്ങിലാണ് ഇപ്പോൾ ULCC, അതായത് ഇരു സൈഡിലും സർവീസ് റോഡിൻ്റെ സൈഡിൽ നടപ്പാതയുടെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഏകദേശം ഈ ULCCയുടെ റീച്ച് ആരംഭിക്കുന്നത് ഈ ഭാഗം മുതലാണ്. ULCCയുടെ റീച്ച് ആരംഭിക്കുന്നത് ആ ഭാഗം മുതൽ നിങ്ങൾക്ക് കാണാം, സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റാക്കിയിട്ട് കാണാം. അപ്പം ഇവിടെ നിന്നാണ് ULCCയുടെ റീച്ച് ആരംഭിക്കുന്നത്. ഇവിടെ മുതൽ ഏകദേശം കാസർഗോഡ് ടൗൺ വരെയുള്ള ഏകദേശം വർക്ക് കഴിഞ്ഞ ഭാഗങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഫിറ്റിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എവിടെയൊക്കെയോ അണ്ടർപാസിൻ്റെ വർക്ക് നടക്കാൻ ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ അണ്ടർപാസിൻ്റെ വർക്കൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ഇപ്പോൾ നായ്മാറമുല, വിദ്യാനഗർ BC റോഡ്, വിദ്യാനഗർ, അണങ്കൂർ, പിന്നെ വിദ്യാനഗർ വാട്ടർ അതോറിറ്റി എതിർവശത്തുള്ള വർക്കുകൾ ഇപ്പോൾ നല്ല രീതിയിലാണ് വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നുള്ളിപ്പാടിയിലെ നമ്മുടെ ഫ്ലൈ ഓവറിലേക്കുള്ള അപ്രോച്ച് റോഡ് നുള്ളിപ്പാടി ഭാഗത്തുള്ള അത് ഇപ്പോഴും അനിശ്ചിതത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നാട്ടുകാരുടെ അണ്ടർപാസിനുള്ള ഒരു പ്രതിഷേധത്തിൽ സ്ട്രൈക്ക്, ആ ഭാഗത്തെ വർക്കിന് സ്ട്രൈക്ക് അനുഭവപ്പെട്ടിരിക്കുകയാണ്. അപ്പം ആ ഭാഗത്ത് വർക്ക് ഇപ്പോൾ നടക്കുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഡിസംബറിൽ ഇവർ ഓപ്പണായിട്ട് കൊടുക്കുമെന്നുള്ള ഒരു ഡൗട്ട് അവിടെ തന്നെ ബാക്കിയാവുന്നുണ്ട്. ആ ഒരു സ്ട്രൈക്കും പിന്നെയുള്ളത് മുട്ടത്ത് ബന്ദിയോട് മുട്ടം ഭാഗത്ത് ആടെ ഒരു അണ്ടർപാസിനുള്ള ഒരു സ്ട്രൈക്കും നിലനിൽക്കുകയാണ്. അപ്പം അക്കാരണത്താൽ ഇപ്പം ആ ഭാഗത്തെ വർക്ക് എന്തായിരുന്നു, ഇപ്പം ഞാനിപ്പോൾ അടുത്തതായിട്ടുള്ള ഭാഗം നെക്സ്റ്റ് അപ്ഡേഷൻ ആ ഭാഗങ്ങളിലേക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാസർഗോഡ് മുതൽ ഇനി നമ്മളെ വടക്കോട്ടുള്ള തലപ്പാടി വരെയുള്ള റോഡിൻ്റെ അപ്ഡേഷനാണ് ഇനി എടുക്കാൻ പോകുന്നത് ഈ വീഡിയോ കഴിഞ്ഞാൽ. അപ്പം അതിൻ്റെ വീഡിയോയിൽ ഏകദേശം നമുക്ക് മനസ്സിലാവും ഡിസംബറോടെ ഇവർ ഓപ്പൺ ചെയ്ത് കൊടുക്കുമോ ഇല്ലയോ എന്ന്.
സുഹൃത്തുക്കളെ, നായ്മറ മൂലഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നല്ല രീതിയിലാണ് ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ RE വാള് ഉയർത്തുന്നതുമായ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ ഭാഗത്ത് കുറച്ച് മത്സ്യത്തൊഴിലാളി, അതായത് മീൻ വിൽപ്പനക്കാരുടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭാഗം കുറച്ച് വർക്ക് പെൻഡിങ്ങിൽ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അണ്ടർപാസിൻ്റെ അകത്തുകൂടെ വാഹനങ്ങൾ പ്രവേശിപ്പിച്ചതോടെ ഈ ഭാഗത്തുനിന്ന് അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആ വർക്കുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പം മറുവശത്തും മണ്ണിട്ട് ഉയർത്തുന്നതായിട്ടുള്ള വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല വേഗത്തിലാണ് ഈ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ BC റോഡ് അണ്ടർപാസ് കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗവും, അതായത് BC റോഡ് അണ്ടർപാസിൻ്റെ ഒരു വശത്ത് മണ്ണിട്ട് ഉയർത്തി നേരത്തെ കഴിഞ്ഞതാണ്. ആ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികളും കഴിഞ്ഞതാണ്. അതേപോലെ തന്നെ BC റോഡ് അണ്ടർപാസിൻ്റെ മറുവശത്തെ ഭാഗങ്ങളിലും ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാഴ്ചകൾ കാണാം. വിദ്യാനഗർ അണ്ടർപാസിൻ്റെ വർക്ക് നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മറുവശത്തും മണ്ണിട്ട് ഉയർത്തുന്ന അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരികയാണ്, നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ വിദ്യാനഗർ കോളേജിൻ്റെ എതിർവശത്തുള്ള ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്കും നല്ല വേഗത്തിൽ നടന്നു വരികയാണ്. വിദ്യാനഗർ വാട്ടർ അതോറിറ്റി ഓഫീസിൻ്റെ എതിർവശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ലൊരു കുന്നായിരുന്നു. ആ കുന്ന് മുഴുവനും ഇല്ലാതൊക്കെ വിധത്തിലാണ് ഇപ്പോൾ 6 വരി പാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്ത് കുറച്ച് വർക്ക് ലാഗായിരുന്നു നേരത്തെ. അപ്പോൾ ഇപ്പോൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാഗാൻ കാരണം നിരവധി വാട്ടർ പൈപ്പ് ലൈന് ഇടുന്നാണ് ഡിസ്ട്രിബ്യൂഷൻ പൈപ്പുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പൈപ്പും അത്രയും കൃത്യമായിട്ട് തന്നെ ആ പൈപ്പ് മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം ലാഗായി വർക്കുകൾ തുടർന്നുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ നല്ല ഹൈ സ്പീഡിലാണ് വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ആ വർക്ക് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ റീറ്റെയിൻ വാളിൻ്റെ നിർമ്മാണമാണ്. അതായത് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൻ്റെ ഭാഗത്ത് റീറ്റെയിൻ വാളിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ റീറ്റെയിൻ വാൾ നിർമ്മാണം കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നായിരിക്കും റോഡിൻ്റെ ബാക്കിയുള്ള വർക്കുകൾ ആരംഭിക്കുക. ഇപ്പോൾ മെറ്റലൊക്കെ കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിലവിൽ. റീറ്റെയിൻ വാളിൻ്റെ മുഴുവനും വർക്ക് കഴിഞ്ഞാൽ പിന്നെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ് അതിലൂടെ ആയിരിക്കും വാഹനങ്ങൾ കടത്തിവിടുക.
അണങ്കൂർ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അണങ്കൂറിലും നല്ല വേഗത്തിലാണ് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണിട്ട് ഉയർത്തുന്നതായ എല്ലാ വർക്കുകളും നല്ല വേഗത്തിലാണ് ഈ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാണാം, ഒരു വശത്ത് ഏകദേശം മണ്ണിട്ട് ഉയർത്തുന്ന അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരികയാണ്. മറുവശത്തും അതേപോലെ തന്നെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, കാസർഗോഡ് നുള്ളിപ്പാടി അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോഴും അനിശ്ചിതത്തിൽ തുടരുകയാണ്. കാരണം നാട്ടുകാരുടെ ഒരു സ്ട്രൈക്ക് മൂലം ഈ ഭാഗത്ത് വർക്കുകൾ ഇപ്പോൾ നടക്കുന്നതായിട്ട് കാണുന്നില്ല. പള്ളിയും ഒരു വശത്ത് പള്ളിയും മറുവശത്ത് ക്ഷേത്രവും ഒരു വശത്ത് പിന്നീട് ഹോസ്പിറ്റലും സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗത്ത് ഒരു ചെറിയ കാൽനടയ്ക്കുള്ള ഒരു അണ്ടർപാസെങ്കിലും അനുവദിക്കണമായിരുന്നു. കാരണം എന്താണെങ്കിൽ ഒരു അണ്ടർപാസ് എത്തണമെങ്കിൽ ഒരു ഏകദേശം 1/2 കിലോമീറ്ററോളം ദൂരം സാധാരണക്കാർക്ക് നടന്ന് പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പം കാസർഗോഡ് ടൗണിലെ ഫ്ലൈ ഓവറിൻ്റെ വർക്കും നല്ല വേഗത്തിൽ നടക്കുകയാണ്. അതേപോലെ തന്നെ ഇനി ഇപ്പോൾ ഈ ഒറ്റത്തൂടിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ അവസാന ഘട്ടത്തിൽ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 3-4 സ്പാനിൻ്റെ വർക്കാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു സ്പാനിൽ ഒരു ഫുള്ളായിട്ടുള്ള വർക്കാണ് നടക്കാനുള്ളത്. പിന്നെ 2 എണ്ണത്തിൻ്റെ ഏകദേശം 50% പണി കഴിഞ്ഞുകൊണ്ട് വരികയാണ്. പിന്നെ ഒരു 75% കഴിഞ്ഞൊരു സ്പാനും കൂടിയുണ്ട്. നിങ്ങൾക്ക് കാണാം, ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും എത്ര വർക്കാണ് ഈ ഭാഗത്ത് നടക്കാൻ ബാക്കിയുള്ളതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കാണാതെ ഇത് മുഴുവനായിട്ടും വർക്ക് ബാക്കിയുള്ളതാണ്. ഇപ്പം 1, 2, 3 ഇതാണ് കുറച്ച് ബാക്കിയുള്ളത്. പിന്നെ അവസാനം ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് ഒന്നും കൂടി അത് മുകളിൽ ഏകദേശം ആയിട്ടുണ്ട്. ഇനി സ്ലാബിൻ്റെ വർക്കാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത്. അതും കൂടി കഴിഞ്ഞാൽ ഫ്ലൈ ഓവറിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ കഴിയും. പിന്നീടുള്ളത് ഈ സ്പാനുകൾ തമ്മിലുള്ള ജോയിൻ്റാണ്, എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്കുകളാണ് ഇനി നടക്കാനുള്ളത്. അപ്പോൾ സുഹൃത്തുക്കൾ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക. നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണ് ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ, ബൈ ബൈ.